ഹലോ ഹായ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്ററിലെ തേർഡ് യൂണിറ്റ് ആണ്, പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതിൽ പർപ്പസ് ഓഫ് പ്ലാനിങ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയാണ് പ്ലാനിങ് നടത്തുന്നത്? നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് നോക്കാം. എന്ന് പറയുന്നത് ലേണിംഗ് മെറ്റീരിയൽസ് ലോജിക്കും സിസ്റ്റമാറ്റിക്കും എഫക്റ്റീവ് വേയിൽ പ്രസൻറ്റ് ചെയ്യാൻ നമ്മളത് സഹായിക്കുന്നു. സെക്കൻഡ് പോയിൻ്റാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് വിത്തിൻ ടൈം ലിമിറ്റിൽ അച്ചീവ് ചെയ്യാൻ നമ്മളെ അത് സഹായിക്കുന്നു. തേർഡ് പോയിൻ്റാണ് ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ പ്ലാനിങ് സഹായിക്കുന്നു. ഇൻസ്ട്രക്ഷൻസ് ക്വാളിറ്റിയോടുകൂടെ ഇമ്പാർട്ട് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് ഒരു ടീച്ചറിൻ്റെ ആശയങ്ങൾ എക്സ്പെരിമെൻ്റൽ ലെവലിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ഈ പ്ലാനിങ് നമ്മളെ സഹായിക്കും. പ്ലാനിങ് 3 ലെവലിലാണുള്ളത്: ഇയർ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ. പ്ലാനിനെ കുറിച്ചിട്ട് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഒരു ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ഇയറിനെ മൊത്തമായിട്ട് ആ ഇയറിൽ നടക്കുന്ന പരിപാടികളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ അത് എന്തിൻ്റെ ബേസിസിലാണ് ആ പ്ലാനിങ് നടക്കണതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതാണ് വർക്കിംഗ് ഡേയ്സ്. എത്ര വർക്കിംഗ് ഡേയ്സ് നമുക്ക് കിട്ടും? പിന്നെ ഹോളിഡേയ്സ്, ലോക്കൽ ഹോളിഡേയ്സ് എത്രയുണ്ട്, സൺഡേ ഹോളിഡേയ്സ് എത്രയുണ്ട്, വെക്കേഷൻ എന്തോരമുണ്ട്, എക്സാമിനേഷൻ ഡേയ്സ് എത്രയുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് നോക്കുന്നതാണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എത്രയുണ്ട്, അതിനുള്ള ടൈം ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇയർ പ്ലാനിലുള്ള മറ്റൊരു കാര്യമാണ് ഏത് യൂണിറ്റ് ഏത് മന്തിൽ പഠിപ്പിക്കണമെന്ന് നോക്കുന്നത് ഇയർ പ്ലാനാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ഫാക്കൽറ്റി ഉണ്ടായിരിക്കും. ആ ഫാക്കൽറ്റിയിലെ ടീച്ചേഴ്സാണ് ഈ ഇയർ പ്ലാന് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇയർ പ്ലാൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ്. അതായത് ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ടോട്ടൽ വെയിറ്റേജ് കൊടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഓരോ ഒബ്ജക്റ്റീവ്സും എങ്ങനെ അത് അച്ചീവ് ചെയ്യണമെന്നുള്ള മെത്തേഡ്സ് ഇത് പോയിൻ്റ് ഔട്ട് ചെയ്ത് നമുക്ക് തരും. അതുപോലെ തന്നെ ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതുപോലെ എക്കണോമിക്കലി എഫക്റ്റീവായിട്ടും ചെയ്യാൻ നമ്മളെ ഈ ഇയർ പ്ലാൻ നമ്മളെ സഹായിക്കും. അതുപോലെ ഇവാലുവേഷൻ ഈസിയർ ആക്കിയിട്ട് ഇത് മാറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിസോഴ്സ് യൂണിറ്റ് എന്താണെന്നാണ്. ഒരു റിസോഴ്സ് യൂണിറ്റ് എന്ന് പറയുന്നത് അതൊരു ഹ്യൂജ് കളക്ഷനാണ്. സയൻസ് മെറ്റീരിയൽസിൻ്റെ, ലിറ്ററേച്ചറിൻ്റെ ആക്ടിവിറ്റീസൊക്കെ അടങ്ങിയതാണ്. ഒരു പെർട്ടിക്കുലർ യൂണിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വർക്കുകളും എല്ലാം ഈ റിസോഴ്സ് യൂണിറ്റിൽ ഉണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു സോഴ്സ് മെറ്റീരിയലാണ്. ഇതിൽ നിന്ന് ടീച്ചർക്ക് സ്യൂട്ടബിളായിട്ടുള്ളൊരു ടോപ്പിക് തിരഞ്ഞെടുക്കാനും ആക്ടിവിറ്റീസും ബുക്സ് അതുപോലെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എല്ലാം ഒരു സബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റി തിരഞ്ഞെടുക്കാനായിട്ട് ഈ റിസോഴ്സ് യൂണിറ്റ് ടീച്ചറെ സഹായിക്കും. അതുപോലെ ഇതിന്ന് ടീച്ചിങ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ റിസോഴ്സ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവാണ്. അതുപോലെ ഈ റിസോഴ്സ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് റിസർവോയറാണ്. അതായത് ആക്ടിവിറ്റീസും അങ്ങനത്തെ വർക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം അടങ്ങുന്ന ഒരു ബ്രോഡ് റിസർവോയറാണ് ഈ റിസോഴ്സ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റിസോഴ്സ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൈഡും ഒരു സ്റ്റോർ ഹൗസുമാണ്. ഈ റിസോഴ്സ് യൂണിറ്റ് സബ്ജക്റ്റിനെ എഫക്റ്റീവ്ലി കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ടീച്ചറെ സഹായിക്കും. ഈ റിസോഴ്സ് യൂണിറ്റ് തയ്യാറാക്കുന്നത് എക്സ്പേർട്ടായിട്ടുള്ള ഒരു ടീമാണ്. ആ ടീം എപ്പോഴാണ് ഈ റിസോഴ്സ് യൂണിറ്റ് ഉണ്ടാക്കുന്നത്? പലപ്പോഴും വർക്ക്ഷോപ്പുകളുടെ ഇടയിലും അതുപോലെ ഇൻ സർവീസ് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കുമാണ് ഈ റിസോഴ്സ് യൂണിറ്റ് എക്സ്പേർട്സ് ടീം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇതിലെ റിസോഴ്സ് യൂണിറ്റിൻ്റെ കണ്ടൻസ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്താണ് ടൈറ്റിൽ, പിന്നെ ഇൻട്രൊഡക്ഷൻ, പിന്നെ ജനറൽ ഒബ്ജക്റ്റീവ്സ്, നെക്സ്റ്റ് ആണ് കണ്ടൻറ് അനാലിസിസ്, പിന്നത്തെയാണ് ആക്ടിവിറ്റീസ് ഓഫ് യൂണിറ്റ്സ്, നെക്സ്റ്റ് ആണ് ടീച്ചിങ് മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സ് യൂണിറ്റ്, പിന്നെ ഇവാലുവേഷൻ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും ഇതുകളാണ് ഇന്നത്തെ ഇതിൽ നോക്കിയത്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം കണ്ടതൊന്ന് ഓടിച്ചു നോക്കാം. ഒന്നാമത്തെയാണ് പർപ്പസ് ഓഫ് പ്ലാനിങ്. പിന്നെയാണ് നമ്മൾ കണ്ടത് ഈ ഇയർ പ്ലാൻ. ആ ഇയർ പ്ലാൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ കണ്ടതാണ് റിസോഴ്സ് യൂണിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഇനി ലെസൺ പ്ലാനും യൂണിറ്റ് പ്ലാനും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.